വെൽക്കം ടു വി ലേണിംഗ്സ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിലെ ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. ഹൈറ്റ് ഓഫ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് പുതിയ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഹൈറ്റ് ഓഫ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഓക്കെ, ഹൈറ്റ് ഓഫ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണത്തിന്റെ ഉയരം എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ ഉയരം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് എല്ലാ സൈഡിലും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള വശങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ, തുല്യമായിട്ടുള്ള, നോക്ക്, തുല്യ വശങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സ് ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് വിചാരിക്കുക. ഇത് ഒരു സമഭുജ ത്രികോണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇതിന്റെ സൈഡ്, ഓക്കെ, ഓരോ സൈഡും 2 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഓരോ സൈഡും എത്ര മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്? 2 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരും? നോക്ക്, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, അല്ലെ? എന്താണ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ? ആദ്യം എന്ത് ചെയ്യണം? നോക്ക്, ആദ്യം ഹൈറ്റ് വരുന്ന വര, അല്ലെ? ഇതായിരിക്കും ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. നോക്ക്, ഈ മറ്റേ നമ്മൾ ഈ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ട്രയാങ്കിളിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കോ, നമുക്കൊരു മട്ട ത്രികോണം കിട്ടും. ഇല്ലെങ്കിൽ ഒരു മട്ട ത്രികോണം, നമ്മൾ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന് എന്ത് പറയും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും, അല്ലെ? എന്തെന്ന് പറയും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. അങ്ങനെ ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഹൈറ്റ്, അല്ലെ? അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് പറയാം. ഇതെന്താണ്? അതുപോലെ ഇത് ഈ ഒരു സൈഡ് വന്നിട്ട് നമ്മുടെ ഹൈപ്പോട്ടനസ് ആണ്. എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, ഇല്ലെങ്കിൽ കർണം എന്ന് പറയും. ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ എന്താണ്? കർണമാണ്. ഓക്കെ, കർണം എത്രയാണ്? ഇത് 2 മീറ്റർ വരും. ഇത് എത്ര മീറ്റർ വരും? 2 മീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇനി താഴെയുള്ള ബേസോ? 2ന്റെ പകുതി എത്ര വരും? നോക്ക്, നമ്മൾ ഇതിന്റെ ഹൈറ്റ് മുറിച്ചെടുക്കുമ്പോ എങ്ങനെയാണ്? ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് തുല്യമായിട്ടായിരിക്കും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടാവുക. ഈ 2ഉം പകുതിയായിട്ട് മുറിയും. അപ്പൊ 2ന്റെ പകുതി എത്ര വരും? 2ന്റെ പകുതി 1 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 1 വരും, അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ എന്താ എടുത്തു? ഒരു മട്ട ത്രികോണമായിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഉയരം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്ക്, എല്ലാവർക്കും നമ്മുടെ എന്താ പറയാ, ഈ പറയുന്ന പൈതഗോറസിന്റെ ഒരു നിയമം അറിയില്ലേ? പൈതഗോറസ് തിയറം, അല്ലെ? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ കർണം സ്ക്വയർ പ്ലസ്, അല്ല, കർണം ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ഉയരം, അല്ലെ? അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് വരും, അല്ലെ?
ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് എന്താണ് ഉയരം അല്ലെ. ഉയരം എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡും ഉയരവും ഒന്നാണ് കേട്ടാ. പാദം സ്ക്വയർ പ്ലസ് ഉയരത്തിന്റെ സ്ക്വയർ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം മനസ്സിലാക്കാം നമ്മുടെ ഉയരം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഇവിടെ എന്താണ്, ഉയരം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് ഇവിടെ എന്താണ് നോക്ക്, ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു എന്താണ്, h ആണ് അല്ലെ, h ആണ്. ഇനി നോക്ക്, ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഇത് എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എഴുതുക. ആദ്യം ഉയരം എഴുതി അല്ലെ. ഇനി നോക്ക്, നമ്മുടെ ഹൈപ്പോട്ടനസ് അല്ലെ, ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് കർണം, എന്താണ് നോക്ക് 2 മീറ്റർ ആണ്. എത്ര മീറ്റർ ആണ്, 2 മീറ്റർ ആണ്. ഇനിയോ, ഇനി പാദം അല്ലെ, ബേസ് അല്ലെങ്കിൽ പാദം എത്രയാണ് നോക്ക്, ഈക്വൽ ടു 1 മീറ്റർ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിൽ നോക്ക്, ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാ, ഈ പറയുന്ന സാധനം ഇട്ട് കൊടുക്കാം അല്ലെ. ഓക്കെ, നോക്ക്, അപ്പൊ നമ്മുടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ എത്രയാണ്, 2 മീറ്റർ. അപ്പൊ എന്ത് വരും, 2 സ്ക്വയർ ഈക്വൽ ടു ഉയരം എന്താണ്, h ആണ്, h സ്ക്വയർ വരും, h സ്ക്വയർ. പിന്നെ പാദം എന്താണ്, പാദം അല്ലെങ്കിൽ ബേസ് എന്താണ് നോക്ക്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി തരാം. അതായത് ഉയരം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, ഇങ്ങനെ മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരവും ബേസ് എന്ന് പറഞ്ഞാൽ പാദമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, h സ്ക്വയർ പ്ലസ് നമ്മുടെ പാദം സ്ക്വയർ അല്ലെങ്കിൽ ബേസ് എന്താണ്, 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, 1 സ്ക്വയർ വരും അല്ലെ. ഇപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്ക്, അതായത് സ്ക്വയർ ചെയ്യാം അല്ലെ. 4, 2ന്റെ സ്ക്വയർ എത്ര വരും, 4 വരും. എത്ര വരും, 4 വരും അല്ലെ. 4 ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് 1 അല്ലെ. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ, h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അപ്പുറത്തുള്ള ആളിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്ത് കളയണം. ഈ +1 എന്താവും, ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകും. ഓക്കെ, ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ +1 എന്താവും, -1 ആവും അല്ലെ. എന്താവും, -1 ആവും. അപ്പൊ എന്ത് വരും, 4 - 1 ഈക്വൽ ടു h സ്ക്വയർ എന്ന് വരും. ഓക്കെ, 4 - 1 ഈക്വൽ ടു എന്തെന്ന് വരും, h സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി നോക്ക്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് എന്തായി, നമുക്ക് h സ്ക്വയർ ഈക്വൽ ടു 3 എന്നായി. എന്തായി, h സ്ക്വയർ ഈക്വൽ ടു 3 എന്നായി. ഈ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോയ എന്താവും, √3 ആവും. ഓക്കെ, സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോയ എന്താവും, റൂട്ട് ആവും. അപ്പൊ ഇത് എന്താവും, h ഈക്വൽ ടു √3 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. നോക്ക്, ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല എന്നറിയോ, ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, അതായത് ഹൈറ്റ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് √3. ഓക്കെ, ഇപ്പൊ എത്ര മീറ്റർ ആണ്, h എത്ര മീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് √3 മീറ്റർ ആണ് അല്ലെ. എത്ര മീറ്റർ ആണ്, √3 മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് ഏത് ഒരു ഫ്രാക്ഷനോ ഒരു സ്ക്വയറോ ഈ പറയുന്ന 3ന് ഈക്വൽ അല്ലാത്തത് കൊണ്ട്, ഓക്കെ, 3ന് ഈക്വൽ അല്ലാത്തത് കൊണ്ട് √3 നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല, ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. √3 എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ.